Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് ഫിഷ് പിക്കൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണാം. അപ്പോൾ വേഗം വീഡിയോക്ക് കിടന്നാലോ. ഇപ്പോൾ ഞാൻ 1 കിലോ നല്ല ദശയുള്ള ഫിഷാണ് എടുത്തേക്കുന്നത്. മുള്ളില്ലാത്ത ഫിഷാണ്. ഇത് കഴുകി വൃത്തിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻക്ക് പറ്റാനായിട്ടുള്ള മസാല റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സ്പൂണോളം എള്ളെണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മീനിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഈ മിക്സ് നമുക്കിനി നമ്മുടെ മീനിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് 1/2 hour ഇത് മാറ്റി വയ്ക്കണം. ഇപ്പോൾ നമ്മളൊരു പാത്രത്തിൽ നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ടുള്ള ഓയിൽ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ ഓയിലുണ്ട്. ഇതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച നമ്മുടെ ഫിഷ് ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം. ഫ്രൈ ആയതിനു ശേഷം ഇതിൽ നിന്ന് നമുക്കെല്ലാം എടുത്ത് മാറ്റാം. അതിനുശേഷം ഈ സെയിം ഓയിലിൽ തന്നെ നമുക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 സ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുകും ഉലുവൊക്കെ നന്നായി പൊട്ടി വരട്ടെ. അതിന് ശേഷം നമുക്ക് 1 കുടം വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി എപ്പോഴും നന്നായിട്ട് ഇടാൻ നോക്കാം, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഇതിന് കിട്ടും. അതിന് ശേഷം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിപ്പൊടിയായി കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 5-6 തണ്ട് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 3 പച്ചമുളക് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഒന്ന് വാടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിക്ക് നന്നായി വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി, 1 സ്പൂണ് കായത്തിൻ്റെ പൊടി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ മസാലയൊക്കെ ഒന്ന് മുറിഞ്ഞ് വരട്ടെ. ഇനി നമുക്ക് ഇതിൽ ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മീനും മസാല കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ശേഷം 1/2 കപ്പ് വിനീഗർ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. വിനീഗറൊക്കെ നന്നായിട്ട് വറ്റി വരണം, അതുവരെ നമുക്ക് തിളപ്പിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം വിനീഗറൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നമ്മുടെ ഫിഷ് പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുത്തതിന് ശേഷം മാത്രം നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ച ചില്ലുകുപ്പിയിൽ നമുക്കിത് ഇട്ട് വയ്ക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഫിഷ് പിക്കിൾ എപ്പോഴും എടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഉണങ്ങിയ സ്പൂൺ മാത്രം ഇട്ടിട്ട് വേണം പിക്കിൾസ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫിഷ് പിക്കിളൊക്കെ പെട്ടെന്ന് കേടായി വരും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് തീർച്ചയായും ഇഷ്ടമാവും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.